ഹലോ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാനുള്ളതേ എൻ്റെ തന്നെ സ്വന്തം നാടായ ആറ്റിങ്ങലിന് അടുത്താണ്. എൻ്റെ പുറകിൽ കാണുന്ന ഈ വീടിനൊരു പ്രത്യേകത കൂടിയുണ്ട്. എന്തെന്നാൽ ഇവിടെ 2 വർഷമായിട്ട് ഈ വീട്ടിൽ ഒരു തരത്തിലുള്ള വൈദ്യുതി ബില്ലും വരുന്നില്ല. മീറ്റർ രണ്ട് ഒഴികെയുള്ള ഒരു തരത്തിലുള്ള വൈദ്യുതി ബില്ലും വരുന്നില്ല. മറ്റൊന്ന്, ഇവിടുത്തെ വാഹനങ്ങൾക്ക് പെട്രോളോ ഡീസലോ ആവശ്യമില്ല. ഇപ്പോൾ ഏകദേശം നിങ്ങൾക്കൊരു ധാരണ ഉണ്ടാവും ഇവിടെ എന്താണ് ചെയ്തു വെച്ചിരിക്കുന്നത്. അതെ, സോളാർ. പക്ഷേ നമ്മളിൽ പല ആളുകളും സോളാർ ഇൻസ്റ്റാൾ ചെയ്യും, പക്ഷേ ഇതെങ്ങനെ ഉപയോഗിക്കണമെന്ന് കൃത്യമായിട്ട് നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ചിട്ട് ധാരാളം പരാതികൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ വീട്ടിലെ ഏറ്റവും രസകരമായ മറ്റൊരു സംഗതി എന്ന് പറയുന്നത്, ഇവിടുത്തെ കിച്ചണിൽ ഈ 2 വർഷമായിട്ട് LPG, അതായത് പാചകവാതകം മറ്റ് ചിലവ് ഒന്നും ഇല്ല. അതും സോളാറിൽ നിന്നാണ് ഇവർ ഉൽപ്പാദിപ്പിക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു എനർജിയും സോളാറിൽ നിന്നാണ്. അപ്പം ഇതെങ്ങനെയാണ് ഇത്രയും ചിലവ് കുറഞ്ഞ രീതിയിൽ ഇവിടെ ഉപയോഗിക്കുന്നത് നമുക്ക് നേരിട്ട് കണ്ടറിയാം. ഇറ്റ്സ് മീ സുനീർ, വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ. റെനർജി എന്ന് പറഞ്ഞിട്ട് സോളാർ പ്ലാന്റ് സെറ്റ് ചെയ്യുന്ന നമ്മുടെ റോയ് ചേട്ടൻ്റെ സ്വന്തം വീടാണ്. ഈ ശരിക്കും നിർമ്മാതാവ് തന്നെ അതിൻ്റെ കാര്യങ്ങൾ പറയുന്നതിനകത്ത് കൂടുതലൊരു സുഖമുണ്ടല്ലോ. എന്തായാലും നമുക്ക് റോയ് ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം. നമസ്കാരം. ഇതാണ് നമ്മുടെ റോയ് ചേട്ടൻ. ഹായ്, നമസ്കാരം. റോയ് ചേട്ടാ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. സോളാറിനെ കുറിച്ചിട്ട് ധാരാളം വീഡിയോ വരുന്നുണ്ട്, ഒരുപാട് പേര് ചെയ്യുന്നു. അതെ, ഞാൻ തന്നെ കുറച്ച് നാൾ മുന്നേ ഇതുപോലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെയൊക്കെയും ജസ്റ്റ് നമ്മുടെ സോളാർ എനർജി ഉപയോഗിച്ചിട്ട് നമ്മുടെ വീട്ടിലെ വൈദ്യുതി ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കുന്നതാണ്. പക്ഷേ ഇത് രസകരമായൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പറഞ്ഞതുപോലെ നമുക്ക് വൈദ്യുതി ബില്ലില്ല, പെട്രോളിനോ ഡീസലിനോ നമ്മൾ ക്യാഷ് മുടക്കുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ പിന്നെ LPG നമ്മുടെ പാചകവാതകത്തിനും ഇവിടെ ക്യാഷ് മുടക്കുന്നില്ല. നമുക്കൊരു മാസം ഈ ഒരു ഇനത്തിൽ എത്ര രൂപ ലാഭം വയ്ക്കാനായിട്ട് സാധിക്കുന്നു? എനിക്ക് ആക്ച്വലി നല്ല സേവിങ്സ് ആണുള്ളത്. നമുക്കിപ്പോൾ ഇലക്ട്രിസിറ്റി ബില്ല് തന്നെ ഓൾമോസ്റ്റ് മന്ത്ലി അറൗണ്ട് ഒരു 4000 മുകളിലോളം ഞാൻ സേവ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അത് കൂടാതെ തന്നെ നമുക്ക് ഈ വണ്ടിയുടെ ഫ്യൂവൽ ഓൾമോസ്റ്റ് ഞാൻ ഡെയിലി എങ്ങനെ പോയാലും ഒരു 500 രൂപയ്ക്ക് നമ്മൾ പെട്രോൾ അടിക്കണമായിരുന്നു. അതൊരു 15,000 രൂപയോളം, ഇപ്പോൾ സൺഡേ ഒഴിച്ചാലും ഏകദേശം ഒരു 12,000 രൂപയോളം അത് സേവ് ചെയ്യുന്നുണ്ട്. പിന്നെ ഗ്യാസ് കുറ്റി മന്ത്ലി എന്തായാലും 2 എണ്ണമെങ്കിലും നമ്മളത് നേരത്തെ എടുത്തിട്ടുണ്ടാണ്. ഇപ്പോൾ അത് മാറിയിട്ടുണ്ട്. ഇതുകൂടെ നമ്മൾ ബയോഗ്യാസ് കൂടെ ഉണ്ട്, അതുകൂടെ ഫിൽറ്റർ ചെയ്ത് നമ്മളിപ്പോൾ വേസ്റ്റ് മാനേജ്മെന്റ് അതാണ്. അതുകൂടെ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കുറഞ്ഞത് ഒരു 8,000 രൂപ മന്ത്ലി ഈ ഒരു രീതിയിൽ കുറഞ്ഞത് സേവ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിന്റെ മുകളിലേക്ക് 10 തൊട്ട് 15 രൂപ വരെ നമുക്ക് സേവ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ ശരിക്കും നമ്മുടെ പാനലൊക്കെ വെച്ചിരിക്കുന്നത് നമ്മുടെ റൂഫിലാണ്, അതായത് സ്ലോപ്ഡ് റൂഫിലാണ്. പല ആൾക്കാരുടെ ഒരു സംശയം ഉണ്ട് കേട്ടോ. ഇപ്പൊ നമ്മുടെ കേരളത്തിന്റെ ഒരു അവസ്ഥ അനുസരിച്ചിട്ട് എല്ലാ വീടിന്റെ മുകളിലും ഷീറ്റാണ്. അപ്പം ഈ ഷീറ്റ് വെച്ചവരൊക്കെ ഇതെങ്ങനെ സോളാർ പാനൽ വെക്കും എന്നുള്ളൊരു ഡൗട്ടുകളുണ്ട്. അപ്പൊ അതിന്റെ ഒരു ആൻസർ കൂടി നമുക്ക് കാണാം. ഇവിടെ ശരിക്കും എത്ര കിലോ വാട്ട്സ് ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്? നമ്മളിപ്പോ വെച്ചിരിക്കുന്നത് 5 കിലോ വാട്ട്. 5 കിലോ വാട്ട് മൊഡ്യൂൾ 6 കിലോ വാട്ട് ഉണ്ട്. പാനൽ ഇൻവെർട്ടർ 5 കിലോ വാട്ട് വെച്ചിട്ട് 6 കിലോ വാട്ട് പാനൽ വെച്ചാണ് നമ്മൾ. എത്ര വർഷമായി ശരിക്കും ചേട്ടൻ ഈ സോളാർ ഈ ഒരു ഫീൽഡിലേക്ക് കടന്നു വന്നിട്ട്? ഞാൻ ആക്ച്വലി എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് 99-ലാണ്, 23 വർഷമായി. സോളാർ റിന്യൂവബിൾ എനർജി രംഗത്തോട്ട് വരുന്നത് 2011-ലാണ്. ഏകദേശം ഒരു 12 വർഷം കഴിഞ്ഞു സോളാർ ഫീൽഡിൽ വന്നിട്ട്. ശരി. നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് കേരളത്തിന് മൊത്തം നല്ല രീതിയിൽ പ്രോജക്റ്റുകൾ ഒരു 3000 മുകളിൽ പ്രോജക്ട്സുകൾ ചെയ്ത് കഴിഞ്ഞു. ഒരു 10 മെഗാവാട്ടോളം. ഇതുകൂടെ നമ്മൾ മെഗാവാട്ട് സ്കെയിലും പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്, വലിയ പ്രോജക്റ്റുകളും ചെയ്യുന്നുണ്ട്, കൊമേഴ്സ്യൽ ഇൻഡസ്ട്രിയിലെല്ലാം. ഇപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ സബ്സിഡി എന്ന് പറയുന്ന സാധനം അവൈലബിൾ ആണോ? അതെ, നമുക്കിത് ഡൊമസ്റ്റിക് കസ്റ്റമേഴ്സിന് മാത്രമാണ് സബ്സിഡി അവൈലബിൾ ആവുന്നത്. 2 കിലോ വാട്ട് തൊട്ട് 10 കിലോ വാട്ട് വരെയുള്ള കസ്റ്റമേഴ്സിനാണ് നമ്മൾ സബ്സിഡി. ഓക്കെ. ഈ സാധാരണ ഇപ്പോൾ പല ആൾക്കാരുടെയും ഡൗട്ടാണ്, നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പോസ്റ്റുകൾ കാണുന്നുണ്ട്, സോളാർ വെക്കരുത്, നിങ്ങൾ ഇതിനകത്ത് പെട്ടുപോകുന്നൊക്കെ പറഞ്ഞിട്ട്. ഇതിനകത്ത് ശരിക്കും അതിന് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഗവൺമെൻറ് നമുക്കൊരു സബ്സിഡി തരുന്നുണ്ട്, നമ്മൾ സോളാർ പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ചെറിയൊരു ഫാമിലിയൊക്കെ ആണെങ്കിൽ ചില ആൾക്കാർ ഒരു 5 കിലോ വാട്ട്സ് പാനലൊക്കെയാണ് വെക്കുക. അപ്പം ശരിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വീട്ടിൽ ഞാനൊരു ഒരു AC ഒക്കെ ഒരു 1 ടൺ AC ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു കസ്റ്റമർ ആണെങ്കിൽ എനിക്ക് എൻ്റെ വീട്ടിലെ സോളാറിൻ്റെ പ്രൊഡക്ഷൻ കഴിഞ്ഞിട്ട് ബാക്കി ഇത് നമ്മുടെ ഗവൺമെൻറ് ഗ്രിഡിലേക്ക് തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഗവൺമെൻറ് നമുക്ക് തരുന്ന വരുമാനം അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രതിഫലം എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. അതുകൊണ്ടാണ് പല ആൾക്കാരും ഇത് സോളാർ നിങ്ങൾ പറ്റിക്കപ്പെടും എന്നൊക്കെ പറയുന്നത്. ശരിക്കും ഞാൻ മനസ്സിലാക്കുന്നത് ബുദ്ധിപൂർവ്വം ഉപയോഗിക്കുന്നത് പോലുള്ള കുറെ ആൾക്കാരാണ്. ആക്ച്വലി ഇതിൽ സുനീർ പറഞ്ഞതിൽ വളരെ വ്യക്തമായിട്ട് അതിൽ തന്നെ കാര്യമുണ്ട്. അതായത് നമുക്ക് ആവശ്യമുള്ള വൈദ്യുതി നമ്മൾ ഉൽപ്പാദിപ്പിച്ചാൽ നമുക്ക് ലാഭകരമാണ്. മീൻസ് നമുക്ക് ഒരു ദിവസം എത്രയുണ്ട് നമുക്ക് കൺസപ്ഷൻ ആവശ്യമുണ്ട്, അതനുസരിച്ച് ഇപ്പം ഒരു ആവറേജ് ഒരു 5 കിലോ വാട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഞാനിപ്പോൾ 6 കിലോ വാട്ട് പാനൽ വയ്ക്കാൻ നമുക്ക് 24-25 യൂണിറ്റ് ഒരു പെർ ഡേ കിട്ടും. അതൊന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് വീട്ടിലെ ഇലക്ട്രിസിറ്റി ഫ്രീ ആക്കാം.
നമ്മുടെ ഇലക്ട്രിക് കാറിനുള്ളതാവും, നമ്മളെ ഈ ഇലക്ട്രിക്കൽ 2 വീലർ, അതുകൂടാതെ ഇൻഡക്ഷൻ സ്റ്റൗ, ഇതിനൊക്കെ നമ്മൾ നോക്കുമ്പോൾ ആവറേജ് നമുക്ക് എന്തായാലും നമുക്കൊരു 10-22-23 യൂണിറ്റ് മതി നമുക്ക് ഒരു ദിവസം മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ. ശരിക്കും ഏറ്റവും രസകരമായ ഒരു സംഗതി എന്ന് പറയുന്നത് ഈ സോളാർ വെക്കണ്ട എന്ന് പറയുന്ന പല ആൾക്കാരും വൈദ്യുതി നോക്കി ഉപയോഗിച്ചാൽ പോരെ എന്ന് പറയും. എന്നാൽ ശരിക്കും നമുക്കെപ്പോഴും നമ്മുടെ വീട്ടിൽ AC ഉണ്ടെങ്കിൽ തന്നെ അത് ഉപയോഗിക്കാനുള്ള പേടിയാണ്. എല്ലാവരും കുട്ടികൾ അത്യാവശ്യം ഒരു ടൈം കഴിഞ്ഞിട്ട് ഫാനോ ലൈറ്റോ ഇട്ട് കഴിഞ്ഞാൽ നമ്മളുടെ അത് ഓഫ് ചെയ്യും, അത് വൈദ്യുതി ബില്ല് ഒരുപാട് വരും. പക്ഷേ സോളാറിലേക്ക് നമ്മൾ മാറുന്ന സമയത്ത് ഇതിനെക്കുറിച്ചിട്ട് നമുക്കൊരു ടെൻഷൻ വേണ്ട. തീർച്ചയായിട്ടും. പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന സാധനം, ഫ്രീ ആയിട്ടുള്ള എനർജി, അതായത് റിന്യൂവബിൾ ആയിട്ടുള്ള എനർജി. സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഇലക്ട്രിസിറ്റി കിട്ടും, അതാണ് നമുക്കൊരു കോൺഫിഡൻസ്. എന്തായാലും സൂര്യൻ ഉദിക്കാതിരിക്കില്ല. അപ്പം ഇനി അടുത്ത ഇതിലേക്ക് വരുന്ന ഒരു ഡൗട്ടാണ്, നമുക്ക് മഴ സമയത്ത് അല്ലെങ്കിൽ സൂര്യൻ്റെ പ്രകാശം കുറഞ്ഞാൽ ഇതിൽ പിന്നെ പ്രൊഡക്ഷൻ നടക്കില്ല, ഇത് വേസ്റ്റ് ആണെന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ ഒരു അഡ്വാൻസ്ഡ് ടെക്നോളജി എന്തെങ്കിലും വഴി ഉണ്ടാവും? നമുക്കുണ്ട്. അത് ആക്ച്വലി സൂര്യൻ്റെ ഈ മഴ പെയ്യുന്ന സമയത്തും ഇലക്ട്രിസിറ്റിയുടെ പ്രൊഡക്ഷനിൽ ചെറിയ വേരിയേഷൻ വരും, ചെറിയ കുറവ് വരുന്നുണ്ട്. പക്ഷേ പ്രൊഡക്ഷനിൽ അത് നമ്മുടെ കൺസംഷൻ ആ സമയത്ത് പറയും. ഇപ്പോൾ ആ സമയത്ത് എയർ കണ്ടീഷൻ പോലുള്ള ഇത് കുറയുകയും പ്രൊഡക്ഷനിൽ ഇപ്പം നമ്മളിപ്പം ആവറേജ് നമ്മൾ 1 കിലോ വാട്ടിൽ 4 യൂണിറ്റ് ഇലക്ട്രിസിറ്റിയാണ് പറയുന്നത് ഇയർലി. അത് നമുക്ക് വേനൽ സമയത്ത് കൂടുതലും മഴ സമയത്ത് കുറവുമായിരിക്കും. അപ്പോൾ ആവറേജ് എന്തായാലും 4 യൂണിറ്റ് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ KSEB തന്നെ നമുക്ക് ഇപ്പോൾ ഈ മാസം നമ്മളൊരു 500 യൂണിറ്റ് ഉൽപ്പാദിപ്പിച്ചു, നമ്മൾ 400 യൂണിറ്റാണ് കൺസ്യൂം ചെയ്തെങ്കിൽ അധികം 100 യൂണിറ്റ് നമ്മുടെ ബാങ്കിൽ കിടക്കും, നമുക്ക് അടുത്ത മാസം ഉപയോഗിക്കാം. അപ്പോൾ വേനൽക്കാലത്ത് നമുക്ക് കൂടുതലാണ് വരുന്നതെങ്കിൽ അധികം കിടക്കുന്ന നമുക്ക് പിന്നെ യൂസ് ചെയ്താലും കുഴപ്പമില്ല, അത് കുറച്ച് കിട്ടും KSEB. പിന്നെ ഇയർലി ഒരു മാത്രമാണ് അധികം വരുന്ന വൈദ്യുതി KSEB ഇങ്ങോട്ട് പൈസ കിട്ടുന്നത്. അത് ചെറിയൊരു എമൗണ്ടാണ്, എങ്കിലും വൈദ്യുതി വേസ്റ്റ് ആവില്ല 1 യൂണിറ്റ് പോലും. നമുക്ക് ഏറ്റവും കൂടുതൽ സേവ് ചെയ്യുന്ന സാധാരണപ്പെട്ട ആൾക്കാർ മനസ്സിലാകുന്ന വെറും നമുക്ക് വൈദ്യുതി മാത്രമാണ് ഇത് സേവ് ചെയ്യുന്നതെന്നുള്ളൊരു ഇത്. അപ്പോൾ നമുക്ക് ഗ്യാസ്, പാചകവാതകം, പിന്നെ അത് കൂടാതെ തന്നെ നമ്മുടെ ഇത് പെട്രോൾ, ഡീസൽ, നമ്മുടെ വാഹനങ്ങളുടെ അത്, പിന്നെ നമുക്ക് ഞാൻ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബയോഗ്യാസ് കൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് വേസ്റ്റ് മാനേജ് ചെയ്യാൻ അതിൽ നിന്നും ഗ്യാസ് കിട്ടും. അപ്പോൾ അത് നമുക്ക് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ പറ്റും. ഇത് ശരിക്കും ഒരു നമ്മുടെ മഴവെള്ള സംഭരണിയാണ് കേട്ടോ. ഒരു 15 വർഷം മുന്നേ തന്നെ ആ ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ശരിക്കും 5 കിലോ വാട്ട്സ് ആണ്. ഇത് എത്ര പാനലാണിത്? നമുക്കിത് ഇപ്പം 15 പാനലാണ് നമ്മൾ 15 പാനലാണ് വെച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന പാനൽ ഏത് കമ്പനിയുടേതാണ്? നമ്മളിത് ഹാവൽസിന്റെ മേക്കാണ്, ഹാവൽസ് കമ്പനി. ഹാവൽസിന്റെ പാനൽ, ഇൻവെർട്ടർ, DB എല്ലാം ഹാവൽസ് ബ്രാൻഡാണ്. ശരിക്കും ഇത്തരത്തിൽ നമ്മുടെ റൂഫിന്റെ മുകളിലേക്കാണ് ഈ സാധനം ചെയ്യുവാണെങ്കിൽ നമുക്ക് സ്പേസും വേസ്റ്റ് ആവുന്നില്ല. തീർച്ചയായിട്ടും. നമുക്കിപ്പം സാധാരണ റൂഫാണെങ്കിൽ നമ്മളൊരു എലിവേറ്റഡ് സ്ട്രക്ചർ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. നമുക്ക് ആ സ്പേസ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും, അതാണ് ഏറ്റവും നല്ലൊരു കാര്യം. സാധാരണ ഒരു സ്റ്റാർട്ടിങ് മിനിമം എന്ന് പറഞ്ഞാൽ 3 കിലോ വാട്ട്സ് ഒക്കെ. നമുക്ക് 3 കിലോ വാട്ട്സ് ആണെങ്കിൽ നമുക്ക് എത്ര ആയിരിക്കും റേറ്റ് വരിക? 3 കിലോ വാട്ട് നമുക്ക് സബ്സിഡി കഴിഞ്ഞുള്ള എമൗണ്ട് 1.5 ലക്ഷം രൂപയോളം വരും. ഹാവൽസ് പോലുള്ള പ്രീമിയം ബ്രാൻഡ് ആണെങ്കിൽ 1,85,000 വരുന്നുണ്ട്. നമുക്ക് ബൈ മന്ത് 2 മാസം കൂടുമ്പോൾ ഒരു 4,000-4,500 രൂപ ബില്ല് കസ്റ്റമറിന് സേവ് ചെയ്യാൻ പറ്റും. റോയ് ചേട്ടൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഒരു സാധാരണ ഒരു ഫാമിലി ഇത് ചെയ്യുമ്പോൾ മിനിമം എത്ര കിലോ വാട്ട്സ് ചെയ്യണം എന്നാണ്? നമ്മൾ അതായത് ഒരു 2-3 കാറ്റഗറി. നമ്മളിപ്പോൾ ഒരു ചെറിയൊരു 1000-1200 സ്ക്വയർ ഫീറ്റ് അല്ലെങ്കിൽ നമുക്കൊരു 4,000 രൂപയൊക്കെയാണ് ഏറ്റവും മിനിമം ലെവലിൽ ആൾക്കാർക്ക് ഇപ്പോൾ ബില്ല് വരുന്നത്. ഒരു 3,000, 4,000, 5,000 അവർക്കൊക്കെ ഒരു 3 കിലോ വാട്ട് മതിയാവും. ഒരു എബവ് 5,000 പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്തൊരു ഇതിലോട്ട് പോകണം, 4 or 5 നമുക്ക് ഒരു 3 കിലോ വാട്ട്സ് ഒക്കെ വെച്ചാൽ പല ആൾക്കാരുടെ സംശയമാണ് ഇതിനകത്ത് എത്ര AC വർക്ക് ചെയ്യുന്നു. ഒരു 1 ടൺ ഒക്കെ ആണെങ്കിൽ നമുക്ക് 2 AC ഇതിനകത്ത് അല്ല. ഇതിൽ കണക്റ്റഡ് ലോഡ് വിഷയമില്ല, ഇത് ബാറ്ററി ലെസ് ഓപ്പറേഷൻ ആണ് ഇത് നമ്മുടെ സിസ്റ്റം. അപ്പം നമ്മൾ എത്ര യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കുന്നോ അത് കൺസ്യൂം ചെയ്യുക, ബാക്കി ഗ്രിഡിലോട്ട് എക്സ്പോർട്ട് ആവും. അത് രാത്രി എടുക്കുമ്പോൾ നമ്മൾ കുറയ്ക്കും. നെറ്റ് മീറ്ററിംഗ് ഫെസിലിറ്റിയാണ് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ KSEB ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, അതിനകത്ത് നമുക്ക് കൃത്യമായിട്ട് അറിയാം എത്ര പ്രൊഡക്ഷൻ നടന്നു. അത് നമുക്ക് നെറ്റ് മീറ്ററിൽ അറിയാൻ പറ്റും. നെറ്റ് മീറ്ററിൽ എത്ര യൂണിറ്റ് എത്ര പ്രൊഡ്യൂസ് ചെയ്തു, എത്ര എക്സ്പോർട്ട് ചെയ്തു, എത്ര ഇമ്പോർട്ട് ചെയ്തു എല്ലാം അറിയാൻ പറ്റും. ഇത് കൂടാതെ നമ്മൾ മൊബൈലിൽ മോണിറ്റർ ചെയ്യാൻ പറ്റും. നമ്മൾ ലോകത്ത് എവിടെ ഇരുന്നാലും നമുക്ക് ലൈവായിട്ടുള്ള പ്രൊഡക്ഷനും എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തു, ഡെയിലി ഉള്ളത്, മണിക്കൂർ, ഓരോ മിനിറ്റ് വിട്ടുള്ള ഡീറ്റെയിൽ വരെ കിട്ടും നമുക്ക്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം ഇത്തരത്തിൽ ഒരുപാട് കമ്പനികളുണ്ട് കേരളത്തിൽ. ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞാണെങ്കിൽ ഫേസ്ബുക്ക്, യൂട്യൂബൊക്കെ തുറന്നാൽ സോളാർ തട്ടിയിട്ട് നടക്കാൻ വയ്യ. അപ്പോൾ പല ആൾക്കാരുടെ കൺഫ്യൂഷനാണ് ഇതിൻ്റെ ഒരു സർവീസ് എന്ന് പറയുന്നത്. ഇപ്പോൾ റിനർജിയെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ സർവീസ് കാര്യങ്ങൾ എങ്ങനെയാണ്? ആക്ച്വലി നമ്മളൊരു പ്ലസ് പോയിന്റ് നമുക്ക് സർവീസ് നമ്മൾ പ്രോംപ്റ്റായിട്ട് കൊടുക്കുന്നത്. ഞാൻ നമ്മുടെ സ്റ്റാഫുകളോട് കയറി നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു, നമുക്കൊരു പുതിയ ഓർഡർ കിട്ടിയില്ലെങ്കിലും സർവീസ് പ്രോംപ്റ്റായിട്ട് അറ്റൻഡ് ചെയ്യുക, 6 മന്ത് കൂടുമ്പോൾ അവരുടെ സർവീസ് അറ്റൻഡ് ചെയ്യുക. പിന്നെ അതുകൂടാതെ തന്നെ മന്ത്ലിയോ അല്ലെങ്കിൽ ഒരു 3 മാസം കൂടുമ്പോഴെങ്കിലും കസ്റ്റമറിനെ ഡയറക്റ്റ് വിളിക്കുക, അവരുടെ എങ്ങനെയുണ്ട് പെർഫോമൻസ്, അവർക്ക് എന്തെങ്കിലും ഉണ്ടോ, ഇതൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ അവർ കൂടെ നിന്ന് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഇൻസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഞാൻ ഇവിടെ വന്ന് കണ്ട എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാനൊരു കാര്യം പറയാം. പല ആൾക്കാർ ഏതൊരു കേസിലും നെഗറ്റീവ് പറയും. നമ്മളിപ്പം റെഡിമിക്സിൻ്റെ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഇത് ചെയ്യരുത്, പൊളിഞ്ഞു വീഴുമെന്ന് പറയും. അതിനകത്ത് റെഡിമിക്സിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നോക്കുന്ന സമയത്ത് കോൺക്രീറ്റ് ഡേയുടെ അന്ന് ഒത്തിരി ആൾക്കാർ പണി ചെയ്യുന്നതാണ്. 25 പേര് പണി ചെയ്യുന്ന സ്ഥലത്ത് റെഡിമിക്സ് വന്നു കഴിഞ്ഞാൽ 5 ആളുടെ ആവശ്യമുള്ളൂ, 20 പേരുടെ ജോലി പോകും. അതുപോലെ തന്നെ നമ്മൾ WPC ചെയ്തു, അതുപോലെ സ്റ്റീൽ വിൻഡോസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് കാർപ്പൻറ്റർ സുഹൃത്തുക്കൾ വന്നിട്ട് പിന്നെ തെറിയാ വിളിക്കുക,
ഇതൊന്നും പക്ഷേ നമുക്ക് പ്രകൃതിയോട് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. നമ്മുടെ മരങ്ങളൊക്കെ വെട്ടി നശിപ്പിക്കാണ്ട് കുറേയൊക്കെ നമ്മൾ മാറണം പുതിയ അപ്ഡേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റിലേക്ക്. അതുപോലെ തന്നെ നമ്മൾ സോളാറിലേക്ക് മാറിയാൽ ഈ പറയുന്ന പല ആൾക്കാരും 2000 രൂപ കറണ്ട് ബില്ല് വരുന്നിടത്ത് എന്തിനാണ് സോളാർ അല്ലെങ്കിൽ 1.5 ലക്ഷം രൂപ മുടക്കിയിട്ട് എന്താണ് ലാഭം? പക്ഷേ അത് കൃത്യമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നിടത്താണ് ഇരിക്കുന്നത്. ഈ പറഞ്ഞതുപോലെ നമുക്ക് LPG ഒരു 2 മിക്കവാറും ഒക്കെ LPGയുടെ ആ ഒരു സിലിണ്ടർ യൂസ് ചെയ്യുന്ന വീടുകളുണ്ടാവും. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇപ്പൊ ഇലക്ട്രിക് വെഹിക്കിൾ ഒന്നും എടുക്കാൻ പറ്റില്ല. അതൊരു സൈഡിലേക്ക് നോട്ടും. എന്തായാലും നമ്മുടെ പാചകവാതകം ഇല്ലാത്ത വീടില്ല. അതും കറണ്ട് ബില്ല് ആകുമ്പോൾ തന്നെ പാചകവാതകം മാത്രമല്ല, അതില് ഇലക്ട്രിക്കൽ 2 വീലർ ഇപ്പോൾ പെട്രോൾ അടിക്കണമെങ്കിൽ ഒരു 150-200 രൂപ ഒരു ദിവസം ഒരു സാധാരണക്കാരെ സ്പെൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് ഒരു 1-2 യൂണിറ്റ് വൈദ്യുതിയിൽ ആ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഒരു 3-4 യൂണിറ്റ് വൈദ്യുതിയിൽ ഇത് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 2 വീലർ ഓടിക്കാം അവർക്ക് ഭയങ്കര ലാഭമാണ്. അത് ഉറപ്പായിട്ട്. അതായത് ഒരു 1000-1500 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസമായപ്പോൾ 6000 രൂപ പെട്രോൾ മാത്രം സേവ് ചെയ്ത് 2 വീലർ ആണെങ്കിൽ അതൊക്കെ ഭയങ്കര സേവിങ്സ് ആണ്. ആൾക്കാർ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കാത്തതാണ്. ചേട്ടാ, ഇപ്പം എനിക്ക് ഇതെൻ്റെ വീട്ടിലേക്ക് വെക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ കോൺടാക്ട് ചെയ്താൽ ഇതിൻ്റെ പ്രൊസീജിയർ ജസ്റ്റ് ഫാസ്റ്റായിട്ടൊന്ന് പറയും. നമുക്ക് വേറെ ഒന്നുമില്ല. കസ്റ്റമറിൻ്റെ ഡീറ്റെയിൽസ്, അവരുടെ ഇലക്ട്രിസിറ്റി ബില്ലിൻ്റെ കോപ്പി, അതായത് കൺസ്യൂമർ നമ്പർ, അവരുടെ ആധാർ, അവരുടെ ഫോൺ നമ്പർ തന്നു കഴിഞ്ഞാൽ KSEBയുടെ ആയിട്ടുള്ള കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഓഫീസിൽ നിന്ന് തന്നെയാണ് ചെയ്യുന്നത്. നിങ്ങൾ ഒരു കാര്യത്തിനും പോകേണ്ട. ഒരു പത്രം 200 രൂപ പത്രം കസ്റ്റമറിൻ്റെ പേരുള്ള മേടിച്ചു തരിക എന്നുള്ളതേ ഉള്ളൂ. ബാക്കി എല്ലാ പ്രൊസീജിയറും കമ്പനി തന്നെയാണ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ റോയ് ചേട്ടാ, ഒരുപാട് വീഡിയോസ് വന്നതുകൊണ്ടും ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങളൊന്നും വെറുതെ വലിച്ചു നീട്ടിയിട്ട് ബോറടിപ്പിക്കുന്നില്ല. ശരിക്കും പറഞ്ഞാൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇത്രയാണ്. സോളാർ വെക്കുവാണെങ്കിൽ അത് ബുദ്ധിപൂർവ്വം ഉപയോഗിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക. അപ്പം കേരളത്തിൽ എവിടെയും നമ്മുടെ എനർജിയുടെ അല്ലെങ്കിൽ റോയ് ചേട്ടൻ്റെ സർവീസ് ലഭ്യമാണ്. നിങ്ങളുടെ ഓഫീസ് എവിടെയൊക്കെ ഉണ്ട്? ശരിക്കും നമുക്ക് ആക്ച്വലി ഹെഡ് ഓഫീസ് ആറ്റിങ്ങിലാണ്, ട്രിവാൻഡ്രത്ത്. നമ്മുടെ നാട്ടിലാണ്. റീജിയണൽ ഓഫീസ് എറണാകുളത്തുണ്ട്, അങ്കമാലിയിൽ. അതുകൂടാതെ നമുക്ക് എല്ലാ ഡിസ്ട്രിക്റ്റിലും നമ്മുടെ എഞ്ചിനീയേഴ്സും ഉണ്ട്. പിന്നെ അല്ലെങ്കിൽ നമ്മുടെ ഡീലർമാർ കാണും. നമുക്ക് ആ രീതിയിലാണ് നമ്മൾ നെറ്റ്വർക്ക് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ എന്തെങ്കിലും ഇതിനെക്കുറിച്ചുള്ള സംശയങ്ങളുണ്ട്, അല്ലെങ്കിൽ ഇത് ഫിക്സ് ചെയ്യാതെ തന്നെ ഇതിൻ്റെ ഒരു എസ്റ്റിമേഷൻ കാര്യങ്ങളൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് റോയ് ചേട്ടനെ വിളിക്കാം. ഞാൻ നമ്പർ താഴെ കൊടുത്തേക്കാം. അപ്പം ഈ പറഞ്ഞതുപോലെ തന്നെ ഏതെങ്കിലുമൊക്കെ നമ്മുടെ സുഹൃത്തുക്കൾ വിളിക്കുവാണെങ്കിൽ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ റോയ് ചേട്ടാ, ഒരുപാട് സന്തോഷം. കണ്ടതിലും പരിചയപ്പെട്ട സന്തോഷം. വളരെ